ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ കുറച്ച് ദിവസം നാട്ടിലേക്ക് ഒന്ന് പോയി. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെയൊക്കെ പോയപ്പോൾ. പിന്നെ എന്താണെന്ന് വെച്ചെങ്കിൽ ഇടയിൽ കുറച്ച് സുഖമില്ലാതെയൊക്കെ ആയി, അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ പ്രതീക്ഷിച്ചിരുന്നതെന്തോ വല്ല കൂട്ടുകാരുണ്ടെങ്കിൽ അവരോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയ വീഡിയോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് പ്രത്യേക വിശേഷം കിട്ടുമോ, ഒന്ന് എന്താണെന്നറിയോ, ഇന്ന് നമ്മളെ പ്രദോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പ്രദോഷം എന്താണെന്ന് അറിയുമോ അറിയില്ല എനിക്ക്. പ്രദോഷം എന്താണെന്ന് അറിയുമോ, സത്യത്തിൽ ശിവനെ ആരാധിക്കുന്ന ഒരു ഇതാണ് കേട്ടോ പ്രദോഷം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കറുത്തവാവ് വെളുത്തവാവൊക്കെ വരുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു 2 ദിവസം മുന്നേ പറഞ്ഞതാണ് പ്രദോഷം. ദ്വാദശി, അതായത് തിഥി അറിയോ നിങ്ങൾക്ക്? പ്രതിപദം, ദ്വിതീയ, തൃതീയ, അതിൽ ലാസ്റ്റ് വരും നമ്മളെ ദ്വാദശി. അതിൽ അന്നത്തെ ദിവസമാണ് ഒന്നിൽ ദ്വാദശി അല്ലെങ്കിൽ ത്രയോദശി, ഏതെങ്കിലും ഒരു ദിവസം വരണതാണ് ഈ പ്രദോഷം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ വാവാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ദ്വാദശിയാണ്, ഇന്ന് പ്രദോഷമാണ്. അത് 2 ദിവസം ശനിയാഴ്ച തോന്നുന്നുണ്ട് നമുക്ക് വാവ് വരുന്നുണ്ട്. ഇവിടെ കറുത്തവാവ തോന്നുന്നുണ്ട്, കറുത്തവാവ വെളുത്തവാവ ഇതൊന്നും വരുന്നുണ്ട്, കറുത്തവാവ്. അപ്പോൾ ഇന്നൊക്കെ അതാണ്. അപ്പോൾ ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഗാർഡനൊക്കെ ഞാനൊന്ന് താഴെ ഇറക്കി വെച്ചു, സ്റ്റെപ്പിൻ്റെ അവിടെ ഇറക്കി വെച്ചിരിക്കുകയാണ്. വെയിൽ താങ്ങുന്നുണ്ട്, ഭയങ്കര വെയിലായതുകൊണ്ട് ചെടികളൊക്കെ ഉണങ്ങുകയാണ്. എൻ്റെ പുതിയ ചെടികളൊന്നും ഇല്ല കേട്ടോ, ഉള്ള ചെടികളൊക്കെ തന്നെ ഉള്ളൂ. അതിലുണ്ട് നമ്മൾ വാടാമല്ലി പൂവിട്ടിട്ടുണ്ട്, നല്ല വാടാമല്ലിയൊക്കെ നല്ല പൂവിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളെ ആമ്പലിൻ്റെ പാത്രമൊക്കെ ഒന്ന് മാറ്റി നല്ലൊരു പോട്ട് കിട്ടിയ വേറെ വലിയ പോട്ടിലേക്ക് മാറ്റണം. റോസൊക്കെ ഉണങ്ങി തുടങ്ങി, റോസിൻ്റെയൊക്കെ ഇല കരിയൽ തുടങ്ങി. വെയിൽ നല്ല വെയിലാണ്, താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ താഴെ ഇറക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒക്കെ. വെള്ളരിക്കൊക്കെ ഉണങ്ങി കിട്ടും. അതിൻ്റെയൊക്കെ ഇതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് കളഞ്ഞു ഞാൻ. ഇപ്പോൾ ഈ ടബിലൊന്നും ഒന്നുമില്ല. അപ്പോൾ അപ്പുറത്തുള്ള നമ്മളെ കാടിക്കൂർക്കട അലിയും അതിൻ്റെ ഇടയിൽ മത്തൻ്റെ വള്ളി ഇങ്ങനെ കയറുന്നുണ്ട്. ഉണ്ടാകുമെന്ന് അറിയില്ല, ചൂട് താങ്ങണില്ല. അപ്പോൾ ചെടികളൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ചെടി സംരക്ഷണമൊക്കെ ഞാൻ ഫസ്റ്റിലും തുടങ്ങിയിട്ട് വേണം. ഒന്നാമത് ഈ ചൂട് കാരണമൊക്കെ ഒരുമാതിരി നിൽക്കുകയാണ്. അപ്പോൾ ചെടിക്കും പാടാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മളതുണ്ട്, നമ്മളെ ജമന്തിയൊക്കെ ഒരുമാതിരിയായി, ഒരു വെയിൽ ചൂട് താങ്ങാതെ ഒരുമാതിരിയായി. ഇത് നമ്മളെ ശംഖുപുഷ്പം കേട്ടോ, വയലറ്റ് കളറിലുള്ളത്. ചെമ്പരത്തിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, വാടി നിൽക്കുന്നുണ്ട്, അത്രയ്ക്ക് വെയിലാണ്. എല്ലാ ചെടികളും വാടുകയാണ്. മുളക് ചെടിയൊക്കെ എങ്ങനെ വാടി നിൽക്കണമെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ശരിയാവും. വെണ്ടക്കച്ചെടിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു 2 ദിവസം കൂടുമ്പോൾ 3-4 വെണ്ടയ്ക്ക കിട്ടും കേട്ടോ. വെണ്ടക്കച്ചെടി വെണ്ടയ്ക്ക നിൽക്കുന്നുണ്ട്. ഒരു വെണ്ടയ്ക്ക ചെടി ഉണ്ട്, 2 ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്, ഇതിലും ഉണ്ട് വെണ്ടയ്ക്ക ഉണ്ടാക്കി. ഇടയ്ക്കിടയ്ക്ക് 2-3 ദിവസം കൂടുമ്പോൾ നമുക്ക് ഒരു 4 വെണ്ടയ്ക്ക 5 വെണ്ടയ്ക്ക കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഉരുളക്കിഴങ്ങ് കിട്ടും, നമുക്കൊരു സാമ്പാറിനുള്ള വെണ്ടയ്ക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. ഇത് നമ്മളെ മൈലാഞ്ചിക്ക് ഒന്നും വലുതായി. മൈലാഞ്ചിക്ക് പിന്നെ അധികം സംരക്ഷണമൊന്നും വേണ്ട കേട്ടോ, എന്നാൽ പിടിച്ച് കിട്ടിയാൽ പിന്നെ അങ്ങനെ നിന്നോളൂ. അതിന് നല്ല വെയിലും ആവശ്യമാണ്, അതിനൊന്നും കുഴപ്പമില്ല. റോസ് അങ്ങനെ ബാക്കിയുള്ള ചെടികൾക്കാണ് അല്ലാത്തൊരു ബാധിപ്പ് വരുന്നത്. പിന്നെ എനിക്കൊരു സന്തോഷ വാർത്ത, ഞാനൊന്ന് വേറെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ, എനിക്ക് യൂട്യൂബ് വഴി ഒരു ചെടി എനിക്കൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബേറാപ്പിളിൻ്റെ ഒരു ചെടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഫ്രീ ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഇവിടേക്ക് വാങ്ങിയിട്ടില്ല, നാട്ടിൽ എൻ്റെ വീട്ടിലേക്ക്, അമ്മയുടെ വീട്ടിലേക്ക് അവിടുത്തെ അഡ്രസ്സൊക്കെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ കയ്യിൽ കിട്ടിയിട്ടില്ല, നാളെ കിട്ടുന്നതാണ് പ്രതീക്ഷിക്കണം. അയച്ചു പറഞ്ഞിട്ട് അവർ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ആദ്യം ചോദിച്ചത് അവരുടെ ഉമ്മർചാമ്പട ചെടിയാണ് ചോദിച്ചത്. അപ്പോൾ അവർക്കത് അവർ വീട്ടിലെ വേരൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെയൊക്കെ അയച്ചു തരുന്നത്. അപ്പോൾ അത് വേര് റെഡിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വേരാപ്പിളുണ്ട്, പിന്നെ തായ്വാൻ പേരയാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേരാപ്പിളിൻ്റെ ഒരു ചെടിയാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്, അവരെനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അവരോട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ വഴി നന്ദി പറയുകയാണ്, ഒരുപാട് നന്ദിയുണ്ട്. അവരുടെ ചാനലിൻ്റെ പേര് ടൈം പാസ് വേൾഡ് എന്നാണ് കേട്ടോ അവരുടെ ചാനലിൻ്റെ പേര്. പിന്നെ
പിന്നെ എന്താണെന്ന് വെച്ചാൽ വേറെ ഇപ്പോൾ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഞങ്ങൾ നാട്ടിൽ ഞങ്ങൾക്ക് അടുത്ത മാസം വേലയും പൂരമൊക്കെയാണ്. ഞങ്ങൾ അതിനൊക്കെ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുന്നേക്കൂട്ടിയൊന്നും പറയാൻ പറ്റില്ലല്ലോ. മുന്നേക്കൂട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല ചില കാര്യങ്ങളൊന്നും. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ വിശേഷങ്ങൾ. പിന്നെ കുട്ടികൾക്ക് സ്കൂൾ പൂട്ടി. ഇനിയിപ്പോൾ എന്താ ഒരാൾക്ക് ജൂണിലൊക്കെ സ്കൂൾ തുറക്കുള്ളൂ. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് കുറച്ച് ഫ്രീ ആയതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടിൽ പോയത് വിഷുവിന്. സൂപ്പറായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലൊരു അവിടുന്ന് വീഡിയോ ഒന്നും പിടിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷങ്ങൾ. പുതിയ ചെടികളൊക്കെ ഞാൻ ആദ്യം പരീക്ഷിക്കണം. ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ നാട്ടിൽ നിന്ന്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് മഴ പെയ്യൽ തുടങ്ങിയിട്ടാവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും നിർത്തി വെച്ചിരിക്കും. പിന്നെ ഇതൊക്കെ പിന്നെ വേറെന്താ ഇപ്പോൾ വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല. പുതിയ ചെടികൾ പരീക്ഷിക്കണ കാര്യമല്ലേ ഇപ്പോൾ പറഞ്ഞത്. അത് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ മഴയില്ലാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നവും ചൂട് നല്ല ചൂടാണ് ഇവിടെ. നാട്ടിലൂടെ എപ്പോഴെങ്കിലുമൊക്കെ ഓരോ മഴ പെയ്യുന്നുണ്ട് പോകുന്നത്. തൊട്ട വീട്ടിലെ നായ ഉറിക്കും. അപ്പോൾ പിന്നെന്താ പറയുന്നത്, ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങളുള്ളൂ. അപ്പോൾ പുതിയ ചെടി ഇപ്പോൾ പെട്ടെന്നൊന്നും പരീക്ഷിക്കണില്ല. കുറച്ചൊന്ന് മഴ പെയ്യലൊക്കെ തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതല്ലേ നമ്മളെ മുരിങ്ങയൊക്കെ നല്ല പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. മുരിങ്ങയുടെ ഇലയൊക്കെ നല്ല ഉണ്ട്, പൂത്ത് നിൽക്കുന്നുണ്ട് മുരിങ്ങയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എൻ്റെ വിശേഷങ്ങളുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിർത്തണം. ഓക്കെ, ബൈ, താങ്ക് യു.